Hello guys, welcome back to my YouTube channel. This is Rahul THD with THD Vlogs. ഇപ്പൊ നമ്മുടെ ഇവിടെ സുമരസാനും ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ചാല് സങ്കടമുണ്ട്, എന്താ സന്തോഷമുള്ള കാര്യമാണ്. എന്താന്ന് വെച്ചാല് 2 കൊല്ലത്തിന് ശേഷം ഞാൻ മുടി വെട്ടാൻ പോവാണ്. ഇപ്പൊ എനിക്ക് ലെങ്ത് ഞാൻ ഇപ്പൊ കെട്ടി വെച്ചേക്കാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 40 സെന്റിമീറ്റർ മേലെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തി തുടങ്ങിയതാ. അപ്പൊ ഇപ്പൊ അങ്ങ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അതാണ് എനിക്ക് സങ്കടം. എന്നാൽ സന്തോഷം എന്നാൽ ആ ഡൊണേഷൻ ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് ഡൊണേറ്റ് ചെയ്യുന്നത് വെച്ചാൽ RCC, അതായത് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രത്തിലേക്കാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. സോ വാച്ച് ദ 2 കൊല്ലത്തിന് ശേഷം ഞാൻ മുടി വെട്ടാൻ പോവാണ്. ഇപ്പൊ ഏകദേശം ഇത്രയും ലെങ്ത് 40 സെന്റിമീറ്റർ കൂടുതലായിട്ടുണ്ട്. നമുക്കിതിന്റെ 2 ഓപ്ഷൻസ് എന്താന്ന് വെച്ചാൽ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് അവിടെ നേരിട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്യാം RCC ട്രിവാൻഡ്രത്തിൽ. അപ്പൊ നമുക്ക് കൊണ്ട് കൊടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഒന്നാമത് വേണ്ട സാധനം ഒരു സിപ്പ് ലോക്ക് വേണം. നമ്മുടെ മുടി ഫുള്ള് സെക്യൂർ ചെയ്ത് ഇതിനകത്താക്കിയിട്ട് കൊടുക്കാനായിട്ട്. രണ്ടാമത് ഇതുപോലെ നമ്മുടെ കൊറിയറിന്റെ പോലത്തെ ഒരു എൻവലപ്പ് കവർ. അവിടെ നമ്മൾ സലൂണിൽ പോയിട്ട് നമ്മൾ ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്ത് നമ്മൾ സെക്ഷൻ ആയിട്ട് കെട്ടി മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നല്ലോണം പാക്ക് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡൊണേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് മുടി കളർ ചെയ്തിട്ടുള്ള മുടിയാണെങ്കിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള മുടിയാണെങ്കിലോ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഉള്ളി നാച്ചുറൽ മുടി മാത്രം. നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തി. നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് ഇത് കുഴിമതിക്കാടാണ്. ഇവിടെ പെർഫെക്റ്റ് കട്ട്. അസുബായ് ഹായ് ഭാईजान कैसे है? और आसू भाई जान आज ट्रांसफॉर्मेशन कर रहा है, पूरा कट कर रहा है. പക്ഷെ ആസുന് സൂപ്പറായിട്ട് മലയാളം അറിയാം കേട്ടോ. ആസു മൊത്തത്തിൽ വെട്ടി പഴയ പോലെ ആക്കാൻ പോകും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഹെയർ വാഷിംഗ് ആണ്. വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത്. കോമഡി എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ 2 കൊല്ലമായി മുടി വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പൊ അന്ന് 2 കൊല്ലത്തിന് മുന്നേ അവസാനമായിട്ട് വെട്ടിയത് ഇവൻ തന്നെ, ആസു തന്നെയായിരുന്നു വെട്ടി നിർത്തിയത്. ആസു മനസ്സിലായില്ലേ? മനസ്സിലായി. അതാ അവസാനം നീയാ വെട്ടത്. വീട്ടിൽ നീ തന്നെയാണ് വെട്ടപ്പോ 2 വർഷം. ചായ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വെട്ടാൻ പോകുന്നത് ടെൻഷൻ ആവുന്നു. മേട് വെച്ചല്ല ഊപ്പർ ഓ ആസുവിന്റെ സന്തോഷം കണ്ടത് വെട്ടിക്കളയപ്പോ. ആസുവിനാണ് വിഷമം. അവൻ ചോദിച്ചു എന്തിനാ വെട്ടുന്ന, കുറച്ചാൽ പോലെ പറ്റും. പക്ഷെ ഞാനിങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷമായി. ഒന്നും പറയില്ല. ഫുള്ള് സീൽ ചെയ്ത് നമ്മളെ എൻവലപ്പില് വെച്ചിട്ട് അതിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ബാക്കി ശരിയാക്കട്ടെ.
आंसू बोल रहे मैं बाय बाय थैंक्स बाय ठीक है भाईजान कल मिलेगा अरे भाईजान बैठो ഇത് പുതിയ ലുക്കിൽ നമ്മൾ വെളിയിറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. പുതിയ ലുക്കാണോ മറ്റേതായിരുന്നു നല്ലത്. നമ്മുടെ സാധനമൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ മുടി ഫുള്ള് നമ്മൾ സെക്യൂർ ആക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കൊറിയറിന്റെ എൻവലപ്പിലാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്ക് അഡ്രസ് അയച്ച് ബാക്കി സ്റ്റെപ്പുകളെല്ലാം വഴി കാണിച്ചു തരാം. അച്ഛാ ഫസ്റ്റ് റിയാക്ഷൻ ചെയ്യാണോ? എങ്ങനെയുണ്ട്? എന്നെ എങ്ങനെയുണ്ട്? ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാരും ഏത് ലുക്കാരും നല്ലതെന്നുള്ള കമന്റ് ചെയ്യുക. ഓക്കെ, ബാക്കി കാണിച്ചു തരാം. ബാക്കിയുള്ള റിയാക്ഷൻസ് നോക്കട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇത് കാണുക, ഇതല്ല അത് കാണുക. പോയി ഫുള്ള് വെട്ടിക്കളഞ്ഞടേ. എങ്ങനെയുണ്ട്? എനിക്കറിയില്ല, ഒരുമാതിരി കാണുന്ന മനസ്സിലാവുന്നില്ല കേട്ടോ. ഇല്ലല്ലോ, താടി കളിക്കുന്നതിന് മുമ്പുള്ള പഴയ ലുക്ക് എങ്ങനെയാണ് അതേപോലെ. ഇല്ലല്ല, കഥ പറയടാ. എന്ത് എങ്ങനെയുണ്ട്? ഗായ്സ്, ഇന്നലെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കൊറിയർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പതേ ഫുള്ള് ഹെയർ ഒക്കെ പാക്ക് ചെയ്ത് ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ ER 515/06 എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ട് HMT കോളനി നോർത്ത് കളമശ്ശേരി കൊച്ചി കേരള 683503. അപ്പൊ ഗായ്സ്, നമ്മളിത് ഹെയർ കൊറിയർ ചെയ്തിട്ട് വരുന്ന വഴിയാണ്. നമ്മൾ നേരിട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഹെയർ ഡൊണേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടും. ഇതുപോലെ നമുക്ക് ക്യാൻസർ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ മുടി ഇനിയിപ്പോ സെറ്റ് ചെയ്യല വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, കാരണം അത്ര നീളത്തിൽ കടന്നല്ലേ. അപ്പൊ പുതിയ ലുക്കില് പുതിയ വീഡിയോയില് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പക്ഷേ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.